മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചമ്മന്തി റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ എല്ലാവരും കണ്ടു കഴിയുമ്പോൾ വായിൽ കൊതി തോന്നുന്ന ഒരു സംഭവമാണ് നമ്മുടെ ഉള്ളിപ്പുളി ചമ്മന്തി. ഉള്ളിപ്പുളി ചമ്മന്തി എന്ന് പറയുമ്പോൾ തന്നെ ഇൻഗ്രീഡിയൻസ് ഒക്കെ മനസ്സിലാവില്ലേ. ഉള്ളിയും വാളൻപുളിയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് ഇപ്പോൾ തന്നെ ചമ്മന്തി അരച്ച് വെച്ചോളൂ. ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, വൈകിട്ട് കപ്പ ഉണ്ടാക്കുകയാണെങ്കിൽ കപ്പയുടെ കൂടെ കഴിക്കാം, രാത്രി കഞ്ഞിയുടെ കൂടെ കഴിക്കാം. അങ്ങനെ പല സമയത്തും നമുക്ക് കഴിക്കാൻ പറ്റിയ അടിപൊളി റെസിപ്പിയാണ്. ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കഴിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും വൈകിട്ട് ചായയ്ക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉള്ളിപ്പുളി ചമ്മന്തി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ ഇങ്ങനെ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ ഒരു പിടി ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു 10 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിൽ ചെറുനാരങ്ങ വലിപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട്, 2 തണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട്, ചെറിയൊരളവിൽ ശർക്കര എടുത്തിട്ടുണ്ട്. ശർക്കര ആവശ്യമാണ് കേട്ടോ. ശർക്കരയ്ക്ക് വരും പഞ്ചസാര ചേർത്താൽ ശരിയാവില്ല, ശർക്കര തന്നെ ചേർക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മൾ ശർക്കര ചേർക്കുന്നത്. ഇതിലെ കൂടെ ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആവും നമ്മുടെ ചമ്മന്തി. അപ്പോൾ ഇതിൻ്റെ കൂടെ ഉപ്പും കൂടിയാണ് നമുക്കിനി ചേർക്കാനുള്ളത്. പിന്നെ വറ്റൽമുളക് നമ്മുടെ എരിവ് അനുസരിച്ച് ചേർക്കുക. ഞാനിപ്പോൾ 10 വറ്റൽമുളക് എടുത്തത്. അത്യാവശ്യം എരിവുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു ചമ്മന്തി ചെയ്യുക. പിന്നെ ഉള്ളിക്ക് പകരം സവോള ചേർക്കരുത്, ഉള്ളി തന്നെ ചേർക്കുക. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് ഇതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം വേണം നമ്മൾ ചമ്മന്തി അരയ്ക്കാൻ. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്, എങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ നമ്മളൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് പഴയ പാനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എന്താണെന്ന് വെച്ചാൽ വറ്റൽമുളകും ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കാനായിട്ട് കുറച്ച് പഴയ പാനാണ് നല്ലത്, പുതിയ പാൻ എടുക്കുന്നതിനേക്കാൾ. അപ്പോൾ നമുക്ക് പാനിലേക്ക് ആദ്യം വെളിച്ചെണ്ണ ചേർക്കാം. ഒരുപാട് വെളിച്ചെണ്ണയൊന്നും വേണ്ട, കുറച്ച് വെളിച്ചെണ്ണ. നമ്മുടെ കാര്യങ്ങളൊന്ന് വഴറ്റിയെടുക്കാൻ ആവശ്യമായ ചെറിയൊരളവിൽ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം ചേർക്കുന്നത് ഉള്ളിയാണ്. ഉള്ളി മുറിച്ചിട്ടും ചേർക്കാം, മുറിക്കാതെയും ചേർക്കാം. ഞാനിപ്പോൾ മുറിക്കാതെയാണ് ചേർക്കുന്നത്. ഉള്ളി ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഉള്ളിയിലുള്ള ആ വെള്ളത്തിൻ്റെ അംശം മുഴുവൻ മാറിപ്പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. മുറിച്ചിട്ടാണെങ്കിൽ വേഗം വഴന്ന് കിട്ടും, മുറിക്കാതെ ആണെങ്കിൽ കുറച്ച് സമയം എടുക്കും. അപ്പോൾ കുറച്ച് സമയമെടുത്ത് നമുക്ക് ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ തന്നെ ഉള്ളിയിലേക്ക് ഒന്നും ചേർക്കാനില്ല, ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ട് നമുക്കിതിലേക്ക് വറ്റൽമുളകും കൂടി ചേർക്കാം. ഉള്ളിയുടെ കളറ് മാറിയിട്ട് മാത്രം വറ്റൽമുളക് ചേർക്കാം. ഉള്ളി പിന്നെ കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് ഉള്ളി എടുത്തിട്ട് ചെറിയൊരളവിൽ കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് കൂടുതൽ ദിവസത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാൻ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഉള്ളി ചേർക്കാം. പിന്നെ ഈ ഒരു ചമ്മന്തിയൊക്കെ അപ്പം ഉണ്ടാക്കിയിട്ട് ഉപയോഗിക്കുകയാണ് നമുക്ക് കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഒന്ന് കുക്കായി വരട്ടെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് പുളിയും കൂടി ചേർത്ത് കൊടുക്കാം. പുളിയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ് ഞാൻ പഴയ പാൻ എടുക്കൂ എന്ന് പറഞ്ഞത്. പുളിയുടെ കുരു മാറ്റിയിട്ട് ചേർക്കാം കേട്ടോ. കുരു ഉണ്ടെങ്കിൽ പുളിയുടെ കുരു ഒന്ന് മാറ്റിയിട്ട് ചേർക്കുക. പുളി ചേർത്തപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കുകയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ വെക്കണ്ട, മീഡിയം ഫ്ലെയിമിൽ വയ്ക്കാം. ഇനിയിപ്പോൾ വറ്റൽമുളകിൻ്റെ കളറൊക്കെ ഒന്ന് മാറി കുക്കായി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഈ ഇളക്കി കൊടുക്കൽ മാത്രമേ നമ്മുടെ ഈ ഒരു ചമ്മന്തിയിൽ കുറച്ചെങ്കിലും സമയം എടുക്കുന്നൊരു കാര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം വേഗം കഴിയുന്ന കാര്യമാണ്. പിന്നെ ചൂടോടെ മിക്സിയിൽ കറക്കി എടുക്കരുത്, ചൂടൊന്ന് കുറഞ്ഞു വരുമ്പോൾ മിക്സിയിൽ കറക്കി എടുക്കാം. പിന്നെ പുളിയുടെ അളവ് ഞാൻ പറഞ്ഞതാക്കണം എന്നില്ല. നിങ്ങൾക്ക് പുളി കുറവ് മതി എന്നുണ്ടെങ്കിൽ വീണ്ടും കുറയ്ക്കാം, പുളി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പുളിയുടെ അളവ് കൂട്ടാം. അതൊക്കെ നമ്മുടെ ചോയ്സ് അനുസരിച്ച് വ്യത്യാസം വരുത്താം. ചിലർക്ക് പുളി കൂടുതൽ ഇഷ്ടമായിരിക്കും, ചിലർക്ക് പുളി അത്ര അധികം ഇഷ്ടമായിരിക്കില്ല. അതനുസരിച്ച് നമുക്ക് വ്യത്യാസം വരുത്താം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചമ്മന്തി ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയും കപ്പയുടെ കൂടെയും ഒക്കെ നമുക്ക് നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. ഇപ്പോൾ നമ്മുടെ മുളകിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഉപ്പും കൂടി ചേർത്തിട്ട് വേണം അരയ്ക്കാനായിട്ട്. ഞാനപ്പോൾ ഉപ്പ് ചേർക്കുന്നത് മിക്സിയിൽ അരയ്ക്കുന്ന സമയത്താണ്. മിക്സിയിലാണെങ്കിലും ഭയങ്കര ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ചെറിയൊരു തരിതരിപ്പോടെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സിൻ്റെ ചൂടൊന്ന് കുറഞ്ഞു വന്നിട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ മിക്സിയുടെ നനവില്ലാത്ത ജാർ എടുത്തിട്ടുണ്ട്. നനവില്ലാത്ത ജാർ തന്നെ എടുക്കാം കേട്ടോ. ജാറിൽ നനവുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് ഉണക്കിയെടുക്കുക. അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പുളി, അതുപോലെ വറ്റൽമുളക്, ഉള്ളി എല്ലാം ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മുടെ
ശർക്കരയും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കൊന്ന് കറക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇതാ തരിതരിപ്പായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് ഫൈനായിട്ട് അരച്ചെടുക്കണ്ട, ഇതുപോലെ ഇരിക്കും നമ്മുടെ ചമ്മന്തി. ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് കാണിക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള, അതുപോലെ തന്നെ എല്ലാവരുടെയും വായിൽ വെള്ളമൂറുന്ന ഒരു അടിപൊളി ചമ്മന്തി റെഡി ആയി കഴിഞ്ഞു. കുറച്ച് സമയം മതി, വളരെ കുറച്ച് സമയത്തിനുള്ളിൽ നമുക്ക് ഈ ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നുപോയില്ലല്ലോ. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.